കർണാടകയിലെ ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുനായുള്ള തെരച്ചിലിൽ 17ാം നാളിലും അനിശ്ചിതത്വം. ഗംഗാവലി നദിയിൽ അടിയൊഴുക്ക് ശക്തമായി തുടരുന്നതാണ് പ്രതിസന്ധിക്ക് കാരണം. ഇതിനിടയിൽ സമൂഹ മാധ്യമങ്ങളിൽ അർജുൻ്റെതെന്ന പേരിൽ പ്രചരിക്കുന്നത് വ്യാജ ചിത്രമാണെന്ന് കർണാടക സർക്കാർ വ്യക്തമാക്കി. ദുരന്തത്തിൽ കാണാതായി 4ാം നാൾ കണ്ടെത്തിയ സന്ന ഹനുമന്തപ്പ എന്ന സ്ത്രീയുടെ മൃതദേഹത്തിന്റെ ചിത്രമാണ് അർജുൻ്റെതെന്ന പേരിൽ പ്രചരിക്കുന്നതെന്നും അധികൃതർ വ്യക്തമാക്കി. വീട്ടിൽ നിന്നും 12 കിലോമീറ്റർ അകലെ ഗോകർണയിലാണ് അന്ന് മൃതദേഹം കണ്ടെത്തിയിരുന്നത്. ജീർണിച്ച നിലയിലായിരുന്നു മൃതദേഹം. പുഴയുടെ മറുകരയിൽ വെള്ളമുയർന്നപ്പോൾ ഒഴുക്കിൽപ്പെട്ടാണ് ഇവരെ കാണാതായിരുന്നത്. ഇങ്ങനെ കാണാതായ 4 പേരിൽ ഒരാളാണ് ഇവർ. 10 പേരാണ് അപകടത്തിൽപ്പെട്ടിരുന്നത്. ഇതിനിടയിൽ 17ാം നാളിലും അർജുനായുള്ള തെരച്ചിലിൽ അനിശ്ചിത. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നിങ്ങളിത് കണ്ടതുപോലെ തന്നെ ഈ ഒരു ക്ലിപ്പ് കണ്ടതുപോലെ തന്നെ ഒരുപാട് സമൂഹ മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട് ഇതുപോലെ അർജുൻ്റെ ബോഡി കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അത് തെറ്റായൊരു പ്രചരണമാണ്, അത് ശരിയല്ല. കർണാടക സർക്കാരും പറയുന്നുണ്ട് അത് ഒരു സ്ത്രീയുടെ ആയിരുന്നു. ആ സ്ത്രീയുടെ ഫോട്ടോയൊക്കെയാണ് വെച്ചിട്ടാണ് പറയുന്നത് അർജുൻ്റെ ബോഡി കിട്ടി എന്നൊക്കെ. അപ്പോൾ അതൊരു തെറ്റായൊരു ന്യൂസാണ് എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ എന്തായാലും ഇന്നും 17 ദിവസമായിട്ട് ഇന്നും നമ്മുടെ അർജുൻ കാണാമറയത്താണ്. എന്തായി എന്നുള്ളൊരു വിവരവുമില്ല. ലോറി എവിടെയാണെന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അവിടെ അതിനകത്ത് അർജുൻ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. അപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ ഇനി എന്താണ് അവസ്ഥ എന്നൊന്നും അറിയില്ല. അർജുൻ്റെ അവസ്ഥ എന്താണ് എന്നൊന്നും പറയാൻ പറ്റില്ല. അത്രയ്ക്കും ഇതാണ്. ഇപ്പം ഇത്രയും നാൾ ആയിട്ട് ഒരു വിവരവും ഇല്ലാത്തത് കൊണ്ട് അവിടെ തന്നെ ഉണ്ടെങ്കിൽ തന്നെ ജീവൻ തിരിച്ചു കിട്ടുമോ എന്നതൊരു ചോദ്യചിഹ്നമാണ്. അതുപോലെ തന്നെ ഒരുപാട് യൂട്യൂബിലും അതുപോലെ ഒരുപാട് ഇതിലൊക്കെ ഞാൻ കണ്ടായിരുന്നു അർജുൻ്റെ ബോഡി കിട്ടി എന്ന് പറഞ്ഞിട്ട് ന്യൂസ് ഇട്ടിട്ട് കുറേ പേര് വന്ന് പറയുന്നത്. പക്ഷെ അതൊരു തെറ്റായൊരു ഇതാണ്. അതാരും വിശ്വസിക്കരുത്, അത് ഫേക്കാണ്. ഇന്ന് വരെ അർജുൻ്റെ ഇത് കിട്ടിയിട്ടില്ല, ബോഡിയും കിട്ടിയിട്ടില്ല, ജീവനോടെയും കിട്ടിയിട്ടില്ല. ഇപ്പോൾ എന്താ പറയുക, അവിടുത്തെ കാലാവസ്ഥ ഭയങ്കര പ്രതികൂലമായിട്ടുള്ളൊരു കാലാവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഒന്നും സാധിക്കില്ല. അന്ന് മിനിഞ്ഞാന്ന് എന്തോ ഇത് നിർത്തിവെച്ചതാണല്ലോ, തെരച്ചിൽ നിർത്തിവെച്ചതാണ്. അതിനുശേഷം തെരച്ചിലൊന്നും പുനരാരംഭിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങൾ സൈഡിൽ കാണിക്കുന്നുണ്ട്, അത് കാണുമ്പോൾ തന്നെ അറിയാം അവിടെ ആളും അനക്കവും ആരവും ഒന്നും ഇല്ലാത്തൊരു രീതിയിലാണ് കിടക്കുന്നത്. ഇപ്പോൾ ഒരു വിവരവും ഇല്ല. എന്താ പറയുക, അത്രയും മഴയും അടിയൊഴുക്കൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ പുഴയിൽ അന്വേഷിക്കുക എന്നൊരു ഇത് ഭയങ്കര ടഫായിട്ടുള്ളൊരു സംഭവമാണ്. അതുകൊണ്ടാണ് ആരും പുഴയിലിറങ്ങി അന്വേഷിക്കാത്തത്. എല്ലാ അതും നോക്കി, പക്ഷേ ഒരു രക്ഷയില്ല. കണ്ടുപിടിക്കാനായിട്ട് യാതൊരു ഇതും ഇതുവരെ പറ്റിയിട്ടില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെയാണ് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീട്ടുകാരും ഇപ്പോഴും ആഗ്രഹിക്കുന്നത് ജീവനോടുകൂടി തന്നെ തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണ്. വീട്ടുകാർ മാത്രമല്ല, എല്ലാവരും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഈ പറയുന്ന ഞാനും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. എന്തെങ്കിലും ഒരു അത്ഭുതം സംഭവിച്ച് നമ്മുടെ അർജുൻ തിരിച്ചു വരട്ടെ എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഇത് കഴിയുമ്പോഴേക്കാണ് നമ്മുടെ വയനാട്ടിലെ ആ ഒരു ദുരന്തവും അതും വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ്. അതും നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരു ഇതാണ് അതും കടന്നു പോകുന്നത്. എന്തായാലും എല്ലാവരെയും ഈ പ്രകൃതി ദുരന്തത്തിൽ നിന്നും കാത്തു രക്ഷിക്കട്ടെ. ഇങ്ങനെയൊരു ഇത് ആർക്കും വരാതിരിക്കട്ടെ. എല്ലാവർക്കും പ്രാർത്ഥിക്കാം. അല്ലാതെ നമ്മൾക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. കണ്ടില്ലേ, ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു ഇതെന്ന് പറയാനുള്ളത്. ഇപ്പോൾ എന്തായാലും ഇവിടെ കുറച്ച് മഴയൊക്കെ ഒന്ന് ശമനം വന്നിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ചെറുതായിട്ട് വെയിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എല്ലായിടത്തെയും അവസ്ഥ അതല്ല. ചിലവിടെയൊക്കെ മഴ തോരാതെ പെയ്യുന്നൊരവസ്ഥയാണ്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും എല്ലാവരും സേഫായിട്ട് ഇരിക്കുക. നമ്മുടെ അർജുനെ എത്രയും പെട്ടെന്ന് തിരിച്ചു കിട്ടട്ടെ. അതുപോലെ തന്നെ വയനാട്ടിൽ മരിച്ച എല്ലാവർക്കും എന്താ പറയുക, നിത്യശാന്തി നേരുവാണ് ഞാൻ. അല്ലാതെ നമുക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക, ദുആ ചെയ്യുക. ഈ ഒരു അവസരത്തിൽ നമുക്കത് മാത്രമല്ലേ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാതെ ഒന്നും പറയാനോ ചെയ്യാനോ ഇല്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ വയനാട്ടിലുള്ളവർക്ക് ഹെൽപ്പ് ചെയ്തു കൊടുക്കുക. അവിടെ അവർ വീടും കുടുംബവും കൂട്ടും എല്ലാം തകർന്നിരിക്കുന്ന ഒരവസ്ഥയാണ്. വീട്ടിലുള്ള സാധനങ്ങളും സാമഗ്രികളും എല്ലാം പോയൊരവസ്ഥയാണ്. അപ്പോൾ എല്ലാവരും നമ്മളാൽ കഴിയുന്ന സഹായം വയനാട്ടിലുള്ള ആൾക്കാർക്ക് വേണ്ടി ചെയ്യുക. അപ്പോൾ അത്രയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എന്തായാലും അർജുന് ജീവനോടുകൂടി തന്നെ തിരിച്ചു കിട്ടട്ടെ എന്നൊരു ശുഭ വാർത്തയായിട്ട് വരാൻ കഴിയട്ടെ എന്നാണ് ഞാൻ ഈ ഒരു അവസരത്തിൽ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ടോപ്പിക്ക്. പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.